Hi, then next question related with the operating or service question. It's a very simple question. A transport company supply the following details in respect of the truck of 6 ton capacity. അപ്പോൾ അതിൻ്റെ കപ്പാസിറ്റി എത്രയെന്ന് മനസ്സിലായി? 6 ടൺ. കോസ്റ്റ് സ്ട്രക്ചർ തന്നിട്ടുണ്ട്. ഒരു ട്രക്കിന് 1,20,000 വരും, 10 വർഷം പറയാം. അപ്പോൾ ഡിപ്രീസിയേഷൻ ഈസ് വെരി ഈസി. നമുക്ക് കോസ്റ്റ് ഓഫ് ഇതിനെ സ്റ്റാൻഡിങ് ചാർജ് ആയിട്ട് പറയാം. അപ്പോൾ ഇവിടെ 2 തരത്തിലുള്ള ചാർജാണ്, സ്റ്റാൻഡിങ് ചാർജും പിന്നെ അതുപോലെ തന്നെ റണ്ണിങ് കോസ്റ്റും. നോർമലി നമുക്കൊരു ഫിക്സ്ഡ് നാച്ചുറുള്ളതിനെ സ്റ്റാൻഡിങ് എന്നും വേരിയബിൾ എന്നുണ്ട് റണ്ണിങ് കോസ്റ്റ് എന്നൊക്കെ പറയാം. അപ്പോൾ 1,20,000 ഡിവൈഡഡ് ബൈ 10 അടിച്ചാൽ എന്ത് കിട്ടും? ഒരു വർഷത്തെ ഡിപ്രീസിയേഷൻ കിട്ടും. നമ്മളിപ്പോൾ ഇവിടെ തന്ന ഇൻഫർമേഷൻ കൂടുതലും പെർ മന്തൊക്കെ ഉള്ളതുകൊണ്ട് പെർ മന്തിലേക്ക് കൺവേർട്ട് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ പെർ മന്തിലേക്ക് ആക്കുമ്പോൾ 1/12 എത്ര വരും? 1000 വരും. ക്വസ്റ്റ്യൻ എന്താ ആവശ്യപ്പെട്ടിട്ടുള്ളത്? കാൽക്കുലേറ്റ് ഫ്രൈറ്റ് പെർ ടൺ പെർ ട്രിപ്പ് ഓഫ് ട്രക്ക്. ആദ്യം നിങ്ങളിത് പോസ് ചെയ്ത് ക്വസ്റ്റ്യനൊക്കെ ഒന്ന് വായിച്ച് നോക്കിയിട്ട് മതി. ഞാൻ ഡയറക്റ്റ് ആൻസറിലേക്ക് പോകുന്നു. ഫ്രൈറ്റ് പെർ ടൺ എന്ന് പറയുമ്പോൾ കോസ്റ്റിൻ്റെ കൂടെ പ്രോഫിറ്റ് ആഡ് ചെയ്താൽ കിട്ടുന്നതാണ് ഫ്രൈറ്റ്. പെർ ടൺ ആണെങ്കിൽ ടോട്ടൽ ഫ്രൈറ്റിനെ എന്ത് ചെയ്യണം? 10 പെർ ട്രിപ്പ് കൊണ്ട് എന്ത് ചെയ്യണം? 10 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് അത് ചെയ്യാം. ഓക്കെ, ഡീസലുണ്ട് റൺ ചെയ്യാനുള്ളതാണ്. ഡീസലിൻ്റെ പ്രത്യേകത 20 പെർ ട്രിപ്പ് ഈച്ച് വേ എന്ന് പറയുന്നത്. അഥവാ ഒരു സ്ഥലത്ത് നിന്ന് ഇങ്ങോട്ട് പോകുമ്പോൾ, ഇപ്പോൾ ഇവിടെ നിന്ന് നമ്മളുള്ളത് കാലിക്കറ്റിൽ നിന്ന് തൃശ്ശൂരിലേക്ക് പോകണമെങ്കിൽ കാലിക്കറ്റിൽ നിന്ന് തൃശ്ശൂരിലേക്ക് അങ്ങോട്ട് പോകുമ്പോൾ 20 രൂപയുടെ എണ്ണ അടിക്കണം. അപ്പോൾ തിരിച്ചിങ്ങോട്ട് വരുമ്പോൾ എത്ര വേണം? 2. അപ്പോൾ ടോട്ടൽ എത്ര വരും? 40. ഒരു ദിവസം ഒരു ട്രിപ്പുള്ളതെന്ന് ഇവിടെ പറയുന്നുണ്ട്. ദ ട്രക്ക് ക്യാരിഡ് ഗുഡ് ടു ആൻഡ് ഫ്രോ. ടു ആൻഡ് ഫ്രോ ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും, അങ്ങോട്ട് പോയിട്ട് തിരിച്ചിങ്ങോട്ട് വരുന്നത് ടു ആൻഡ് ഫ്രോ എന്ന് പറയുന്നത്. കവറിങ് 60 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഒരു സിറ്റി ഉള്ളത്. അപ്പോൾ കാലിക്കറ്റ് ടു തൃശ്ശൂർ അസ്യൂം ഈ 60 കിലോമീറ്ററാണ്. ഓൺവേർഡ് ട്രിപ്പ് ഫ്ലൈറ്റ് ഈസ് അവൈലബിൾ ടു ദ എക്സ്റ്റെൻഡ് ഓഫ് ഫുൾ കപ്പാസിറ്റി. അതോ ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ തൃശ്ശൂരിൽ നിന്ന് കാലിക്കറ്റിൽ നിന്ന് തൃശ്ശൂർ CLT നിന്ന് എവിടേക്ക് പോകുമ്പോൾ തൃശ്ശൂരിലേക്ക് വരുമ്പോൾ ലോഡ് ഫുള്ളായിരിക്കും 100%. തിരിച്ചു വരുമ്പോൾ എത്ര ഉണ്ടാവുള്ളൂ? 25% ഉണ്ടാവുള്ളൂ. നോട്ട് ചെയ്യണം. ദ ട്രക്ക് മേ മേക്ക് ഓൺലി 1 ട്രിപ്പ്. ഒരു ദിവസം ഒരു ട്രിപ്പ് എടുക്കുള്ളൂ. അപ്പോൾ ടോട്ടൽ എത്ര ട്രിപ്പ് വരും? ടോട്ടൽ കിലോമീറ്റർ റൺ പെർ മന്ത് കാണാം. എങ്ങനെ? 60 കിലോമീറ്റർ. ഇവിടുന്ന് അങ്ങോട്ട് പോകാനാണ് 60, തിരിച്ചിങ്ങോട്ട് വരാൻ എത്ര? 60. അപ്പോൾ ടോട്ടൽ എത്ര വരും? 120. അപ്പോൾ 60 × 2 അടിച്ചാൽ 120 വരും. അങ്ങനെ 30 ദിവസം 3600 കിലോമീറ്റർ ഓടും. ഇനി 10 കിലോമീറ്റർ എങ്ങനെയാണ്? 10 കിലോമീറ്റർ പറയുമ്പോൾ 10 × കിലോമീറ്ററാണ്. വളരെ സിമ്പിളാണ്. ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ എത്ര കിലോമീറ്റർ ഉണ്ട്? 60 കിലോമീറ്റർ ഉണ്ട്. എത്ര കപ്പാസിറ്റിയാണ് ഒരു വണ്ടിക്കുള്ളത്? ട്രക്കിന് 6 ഉള്ളത്. അതിൻ്റെ 100% എന്ത് ചെയ്യും? ഒക്യുപ്പൈഡ് ആയിരിക്കും. അങ്ങനെ 30 ദിവസം മൊത്തം 10,800 10 കിലോമീറ്റർ വരും. തിരിച്ചിങ്ങോട്ട് വരുമ്പോൾ 60 കിലോമീറ്റർ 6 ടണ്ണാണ്. പക്ഷേ ഒക്യുപ്പൻസി 25%. 30 ദിവസം 2,700. അങ്ങനെ ടോട്ടൽ 10 കിലോമീറ്റർ 10,800 2,700 കൂടെ ആഡ് ചെയ്താൽ 13,500 വരും. നോട്ട് ചെയ്യാം. ഓക്കെ, ഇനി ബാക്കിയുള്ള എക്സ്പെൻസുകൾ. റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് 600 പെർ മന്താണ്. റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് ഓക്കെ, നമ്മൾ റണ്ണിങ് കോസ്റ്റ് ആയിട്ട് പറയാം. അപ്പോൾ 600 പെർ മന്ത്. അപ്പോൾ ഡീസലിൻ്റെ നമ്മൾ പറഞ്ഞപ്പോഴാണ് പോയത്. ഡീസൽ 20 രൂപയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ 60 അങ്ങനെ 30 ദിവസത്തിന് മൊത്തം 1,200 രൂപയുടെ ഡീസൽ വരും. ഈ 1,200 ഡീസൽ പറയുമ്പോൾ എത്ര 10 കിലോമീറ്റർ ഓടാനുള്ളതാണ്? 113,500. അപ്പോൾ കോസ്റ്റ് പെർ 10 കിലോമീറ്റർ എത്ര വരും? 0.09 വരും. ഓക്കെ അല്ലേ? യെസ്. ദെൻ അടുത്ത പറയുന്നത് നമ്മുടെ പ്രോഫിറ്റിനെ കുറിച്ചൊന്നും പറഞ്ഞില്ല കേട്ടോ. അപ്പോൾ അടുത്ത ഫ്ലൈറ്റിൽ നമുക്ക് ഏത് ഉൾപ്പെടുത്താൻ പറ്റുള്ളൂ? കോസ്റ്റിൻ്റെ പോർഷൻ മാത്രമേ ഉൾപ്പെടുത്താൻ പറ്റുള്ളൂ. സാധാരണ ഫ്രൈറ്റ് ചാർജ് കോസ്റ്റും പ്രോഫിറ്റുമാണ്, ഇവിടെ മെയിൻ ചെയ്യേണ്ട. അടുത്തത് പറയുന്നത് റിപ്പയർ കഴിഞ്ഞ് ഡ്രൈവർ, ഇതൊക്കെ ഏതാണ്? സ്റ്റാൻഡിങ് ചാർജുകളാണ്. ഒന്നും നോക്കാമല്ല, അതൊക്കെ എടുത്തിട്ട് അങ്ങനെ എഴുതാം. അതിൽ പെർ മന്ത് ഉള്ളതിന് എന്ത് ചെയ്യേണ്ടി വരും? പെർ ആനുള്ളതിനെ പെർ മന്തിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടി വരും. അങ്ങനെ ടോട്ടൽ സ്റ്റാൻഡിങ് ചാർജ് 3,450. സ്റ്റാൻഡിങ് കോസ്റ്റ് പെർ 10 കിലോമീറ്റർ കാണണമെങ്കിൽ എന്ത് ചെയ്യണം? ടോട്ടൽ സ്റ്റാൻഡിങ് ചാർജ് ഡിവൈഡ് ബൈ 10 കിലോമീറ്റർ കാണണം. അപ്പോൾ ഡിവൈഡ് ചെയ്താൽ എത്ര വരും? 0.26. അതിൻ്റെ കൂടെ റണ്ണിങ് കോസ്റ്റുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ സ്റ്റാൻഡിങ് ചാർജ്
1/1 ആയിട്ട് ഇങ്ങനെ 13,500 കൊണ്ട് ഡിവൈഡ് ചെയ്യണതിനേക്കാൾ നല്ലത് എന്താണ്, ടോട്ടൽ ഇത് ചെയ്യുന്നതാണ്. അത്രേ ഉള്ളൂ. സിമ്പിൾ ക്വസ്റ്റ്യൻ. ഓക്കെ അല്ലേ? അപ്പോൾ ടോട്ടൽ ഫൈനൽ ആൻസർ വരുന്നത് എത്രയാണ്? കോസ്റ്റ് പെർ 10 കിലോമീറ്റർ അല്ലെങ്കിൽ ഫ്രൈറ്റ് പെർ 10 കിലോമീറ്റർ 0.39 വരും. അടുത്തത് കോൺട്രാക്റ്റിൻ്റെ ഒരു ക്വസ്റ്റ്യനാണ്. വസന്ത് കമൻസ്ഡ് ഹിസ് കോൺട്രാക്ട് ഓൺ 1st April 2024. എക്സ്പെൻഡിച്ചർ മെറ്റീരിയൽ ഇഷ്യൂഡ് ഡെബിറ്റ് ചെയ്യണം. കോൺട്രാക്റ്റ് അക്കൗണ്ട് എഴുതി ഡെബിറ്റ് ചെയ്യണം 51,000. വേജസ് 81,000 ഡെബിറ്റ് ചെയ്യണം. പ്ലാന്റ് യൂസ്ഡ് 15,000 ഡെബിറ്റ് ചെയ്യണം. അതർ എക്സ്പെൻസ് 5,000 ഡെബിറ്റ് ചെയ്യണം. ക്യാഷ് റിസീവ്ഡ് ഓൺ അക്കൗണ്ട് അപ് ടു എമൗണ്ട് 1,28,000 ക്യാഷ് റിസീവ് ആണ്. അത് 80% ഓഫ് വർക്ക് സർട്ടിഫിക്കറ്റ് നമ്മൾ ടിപ്പിക്കലി കാണുന്ന കാൽക്കുലേഷനാണ്. അപ്പോൾ എങ്ങനെ കാണാം? 1,28,000 ഡിവൈഡ് ബൈ 80 × 100 അടിച്ചാൽ എന്ത് കിട്ടും? വർക്ക് സർട്ടിഫൈഡ് കിട്ടും. 1,60,000 വർക്ക് സർട്ടിഫൈഡ്. പിന്നെ ഇവിടുത്തെ പ്രധാനപ്പെട്ട സാധനമാണ് ഇനി പറയാൻ പോകുന്നത്, നോട്ട് ചെയ്യാം. ഓഫ് ദ പ്ലാന്റ് ആൻഡ് മെറ്റീരിയൽ ചാർജ് ടു ദ കോൺട്രാക്റ്റിൽ പ്ലാന്റ് കോസ്റ്റ് 3,000 ആൻഡ് മെറ്റീരിയൽ കോസ്റ്റ് 2,500 വേർ ലോസ്റ്റ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇതാ കണ്ടോ, ഈ ലോസ് ആയാലും നമുക്ക് എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാം? P&L അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അബ്നോർമൽ ലോസ് ട്രാൻസ്ഫർ ടു P&L അക്കൗണ്ട്. ആ കോൺസെപ്റ്റ്. മെറ്റീരിയൽ എത്ര രൂപയുടെ സാധനം ലോസ് ആയിട്ടുണ്ട്? മെറ്റീരിയൽ 2,500. പ്ലാന്റ് എത്ര ലോസ് ആയിട്ടുണ്ട്? 3,000. ഓക്കെ അല്ലേ? ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, അടിയിൽ ഇനി ബാക്കി വായിക്കാം. ഓൺ 31st March കോസ്റ്റ് ഓഫ് വർക്ക് ഡൺ നോട്ട് സർട്ടിഫൈഡ് 1,000. വർക്ക് സർട്ടിഫൈഡ് നോട്ട് സർട്ടിഫൈഡ് ആണ്. വർക്ക് അൺസർട്ടിഫൈഡ് 1,000. സിമ്പിൾ. മെറ്റീരിയൽ ഓൺ ഹാൻഡ് 2,300 ഉണ്ട്, അത് ക്രെഡിറ്റ് ചെയ്യാം. മെറ്റീരിയൽ ഹാൻഡ് 2,300 ക്രെഡിറ്റ് ചെയ്യാം. ദെൻ ഡിപ്രീസിയേഷൻ 15%. ഓക്കെ, അതാണ് ഇവിടുത്തെ ട്വിസ്റ്റ്. ഇപ്പോൾ ഡിപ്രീസിയേഷൻ കാണുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ 15,000 രൂപയുടെ ഇപ്പോൾ ഒരു സൈറ്റിൽ 15,000 രൂപയുടെ എന്ത് ചെയ്ത് മെഷീനറി കൊണ്ടുപോയിട്ട് അവിടെ വെച്ചു. അതിൻ്റെ 3,000 രൂപയുടെ സാധനം എന്ത് ചെയ്ത് ലോസ് വന്നു. അപ്പോൾ എത്ര രൂപയുടെ സാധനമേ ഉള്ളൂ അവിടെ? ശരിക്കും 12,000. അതിൻ്റെ 15% ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്ത് എത്ര വരും? 1,800. ഇപ്പോൾ ആ സൈറ്റിൽ എത്ര രൂപയുടെ മെഷീനറി ഉള്ളത്? 10,200. ഓക്കെ അല്ലേ? അപ്പോൾ ടോട്ടൽ നമുക്കുള്ള ലോസ് എന്ന് പറയുമ്പോൾ ഈ ഡിഫറൻസ് ആയിരിക്കും. ഓക്കെ, ഈ ഡിഫറൻസ് മാത്രമല്ല, ഇവിടെ ഇതുകൊണ്ട് ഒരു 3,000 കൂടെ ഉണ്ട്. ഇപ്പം നെറ്റ് എമൗണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ എത്രയാണ് ഡിപ്രീസിയേഷൻ വന്നിട്ടുണ്ടാവുക? ഈ 1,800 ഇവിടെ ഡിപ്രീസിയേഷൻ വന്നിട്ടുണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ ഇവിടെ എഴുതുന്നതിന് പകരം ഇതൊന്നും എഴുതണ്ട, ഈ പ്ലാന്റ് ഇവിടെ എഴുതണ്ട. അതിന് പകരം ഇവിടെ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞിട്ട് എത്ര എഴുതിയാലും മതി, 1,800 എഴുതിയാലും മതി. പക്ഷേ ആൻസർ കീഴിൽ അങ്ങനെയല്ല, ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കണം. ഷോർട്ടാക്കി റിസ്ക് എടുക്കണ്ട. പക്ഷേ ഇമ്പാക്റ്റ് ഒന്നാണ്. അപ്പോൾ ഈ ലോസ് സംഭവിച്ചത് എന്നാണ്? ബിഗിനിങ്ങിൽ അല്ല, എൻഡിലാണെന്നാണ് ഇവിടെ അസംഷൻ വരിക. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടാവും. 15,000 നിന്ന് 3,000 നഷ്ടം. പ്ലാന്റ് നമ്മൾ ഉപയോഗിച്ചിട്ടില്ല, കാരണം അത് ലോസ് ആയിട്ടുണ്ട്. അപ്പോൾ 12,000 സാധനം 15% 1,800 ഇവിടെ ഉപയോഗിച്ചിട്ട്. ഇപ്പോൾ അത് ക്ലോസിംഗ് ബാലൻസ് എത്ര ഉള്ളൂ? 10,200. അപ്പോൾ ഈ ഇമ്പാക്റ്റും കൂടെ നിങ്ങൾ നോട്ട് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ഓക്കെ, കഴിഞ്ഞില്ലേ? ക്വസ്റ്റ്യൻ എല്ലാം ആയി. നമ്മൾ ബാലൻസ് ചെയ്ത് എന്ത് കിട്ടും? നോഷണൽ പ്രോഫിറ്റ് കിട്ടും. നോഷണൽ പ്രോഫിറ്റ് ബ്രോഡ് ഓൺ ചെയ്തു. പിന്നെ എമൗണ്ട് ട്രാൻസ്ഫർ ടു P&L കാണണം. അതിന് പെർസെൻറ്റേജ് ഓഫ് കംപ്ലീഷൻ എങ്ങനെ കാണാം? വർക്ക് സർട്ടിഫൈഡ് ഡിവൈഡ് ബൈ കോൺട്രാക്ട് പ്രൈസ് ഇൻറ്റു 100. എത്ര വർക്ക് സർട്ടിഫൈഡ്? 1,60,000. കോൺട്രാക്ട് പ്രൈസ് എത്രയാണ്? 3,00,000. നമ്മൾ വായിച്ചില്ല, 3,00,000 കോൺട്രാക്ട് പ്രൈസ്. ഓക്കെ, ഇൻറ്റു 100 അടിച്ചാൽ എത്ര കിട്ടും? 53.33% കിട്ടും. ഇത് ഏത് സ്ലാബിലാണ്? സെക്കൻഡ്. അപ്പോൾ എമൗണ്ട് ട്രാൻസ്ഫർ ടു P&L ഈസ് ഈക്വൽ ടു നോഷണൽ പ്രോഫിറ്റ് ഇൻറ്റു 2/3 ഇൻറ്റു ക്യാഷ് റിസീവ് ഡിവൈഡ് ബൈ വർക്ക് സർട്ടിഫൈഡ് ചെയ്താൽ 14,400 കിട്ടും. ബാലൻസ് എമൗണ്ട് എങ്ങോട്ട് പോകണം? റിസർവിലേക്ക് പോകണം. ഓക്കെ.